വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 133 സഹോദര സൗഹാർദ്ദത്തിൻ്റെ മഹത്വം പ്രതിപാദിക്കുന്ന ദാവീദിൻ്റെ ആരോഹണ ഗീതങ്ങളിൽ ഒന്നാണ്. സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് ജീവിക്കുന്നതിൻ്റെ ആനന്ദവും ദൈവിക അനുഗ്രഹവും വിവരിക്കുന്നു. ഈ സങ്കീർത്തനം കുടുംബ ഐക്യത്തിനും സഭാ ഐക്യത്തിനും പ്രാധാന്യം നൽകുന്നു. ദൈവിക അനുഗ്രഹം ഐക്യത്തിലൂടെയാണ് വരുന്നത്. അതാണ് ഈ ഗീതത്തിൻ്റെ സന്ദേശം. 134 സങ്കീർത്തനം ആരാധനയുടെ ആഹ്വാനമാണ്. ഈ ചെറിയ സങ്കീർത്തനം ദൈവത്തെ രാത്രി സമയത്തും ആരാധിക്കുന്നവരെ അനുഗ്രഹിക്കാൻ ദൈവത്തോട് അഭ്യർത്ഥിക്കുന്നു. വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈകൾ ഉയർത്തി യഹോവയെ വാഴ്ത്തുവൻ. 134 സങ്കീർത്തനം 2 തിരുവചനം. സങ്കീർത്തനം 135 ദൈവത്തിൻ്റെ മഹത്വവും വിശ്വസ്തയും പ്രകീർത്തിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ ആഹ്വാനത്തോടെ ആരംഭിക്കുന്ന ഈ സങ്കീർത്തനം ദൈവം തൻ്റെ ജനത്തെ തിരഞ്ഞെടുത്തതും അത്ഭുതങ്ങൾ കാട്ടിയതും വിഗ്രഹാരാധനയുടെ വ്യർത്ഥത്വം തുറന്നു കാട്ടുന്നതുമാണ്. ജനതകളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാണ്, മനുഷ്യരുടെ കരവേലകൾ മാത്രം. അവയ്ക്ക് വായുണ്ട് എന്നാൽ സംസാരിക്കുന്നില്ല, അവയ്ക്ക് കണ്ണുണ്ട് എന്നാൽ കാണുന്നില്ല, അവയ്ക്ക് കാതുണ്ട് എന്നാൽ കേൾക്കുന്നില്ല, അവയുടെ വായിൽ ശ്വാസമില്ല. അവയെ നിർമ്മിക്കുന്നവർ അവയെപ്പോലെയാകട്ടെ, അവയെ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ. 135 സങ്കീർത്തനം 15 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തിൻ്റെ ദയ എന്നേക്കുമായിരിക്കുന്നു എന്നതാണ് 136 സങ്കീർത്തനം. ദൈവത്തിൻ്റെ കരുണയും മഹത്വവും അനന്തമായ ദയയും ഉയർത്തിപ്പിടിക്കുന്നു. ഓരോ വാക്യത്തിൻ്റെയും അവസാനത്തിൽ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന വാക്യം ആവർത്തിക്കുന്നു. ദൈവം നമ്മെ ഓർക്കുന്നവൻ, നമ്മെ രക്ഷിക്കുന്നവൻ, നമ്മെ അനുഗ്രഹിക്കുന്നവൻ. ദൈവത്തിൻ്റെ ദയ കാലാതീതമാണ്, അനന്തമാണ്, വിശ്വസ്തമാണ്. ഈ സങ്കീർത്തനം ആരാധന, കൃതജ്ഞത, വിശ്വാസം എന്നിവയ്ക്ക് പ്രചോദനമാണ്. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.